ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ്. വാഷ്റൂമിൽ പോയപ്പോഴാണ് ഞാൻ ഫസ്റ്റായിട്ട് പീരീഡ്സ് ആയെന്ന് ഞാൻ അറിഞ്ഞത് കേട്ടോ. അമ്മോട് പറഞ്ഞു, അമ്മ ഞാനിങ്ങനെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അമ്മ ഞെട്ടി. ഭയങ്കര പെയിനാണ്, ബാക്ക് പെയിൻ, വൊമിറ്റിങ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നും പറ്റും. പിന്നെ നമ്മൾ പാഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോപ്പിൽ പോയി വാങ്ങുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലുള്ളൊരു കാര്യമാണ് കേട്ടോ. കുട്ടികളുടെ സ്നെഗ്ഗിയൊക്കെ ഇല്ല, അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ പാഡ്. റാപ്പിങ്ങും ഇല്ല, കവറും ഇല്ല, ഒന്നുമില്ല, കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വരും ചില സമയത്ത് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ പേജിലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഇതുവരെ ഏകദേശം 4+ ഇയേഴ്സ് ആയിട്ടുണ്ടാവണം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് ഉണ്ട്. ഒന്ന്, എൻ്റെ ഹോം ടൂറാണ്. ഇതുവരെ ഞാൻ എൻ്റെ ഹോം ടൂർ ചെയ്തിട്ടില്ല. ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സും ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. എന്തോ എനിക്കങ്ങനെ ഹോം ടൂർ ചെയ്യാൻ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ വേറെ കുറേ ഇപ്പോൾ എൻ്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ഹോം ടൂർ കാണിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഹോം, അതായത് വിച്ചുവിൻ്റെ ഹോം ടൂറും കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ആ ഒരു കമൻറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഹോം ടൂർ ഞാൻ കാണിക്കും കേട്ടോ. ഓക്കെ, അതാണ് ഒന്ന് കോമൺ ആയിട്ട് വരുന്ന കമൻറ്റ്. രണ്ടാമത് വരുന്ന കമൻറ്റാണ് എൻ്റെ പീരീഡ്സ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്. എനിക്കത് ഇത്രയും കാലം അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നോ ഒന്നും തോന്നിയിട്ടില്ല. ലൈവിൽ വരുമ്പോഴും ചില ഷോർട്സിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ എടുത്ത് നോക്കി കാണാൻ പറ്റും. ടീച്ചറെ പീരീഡ്സ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് കമൻറ്റ്സ്. ഞാൻ പറയും അങ്ങനെ അതിനുമാത്രം ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ കമൻറ്റ് അങ്ങനെ വിടാറാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് എനിക്കെന്തോ എൻ്റെ പീരീഡ്സ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. കാരണം നിങ്ങൾ കുറച്ചായിട്ട് ചോദിക്കുന്നതാണല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ, അപ്പോൾ അതിന് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ താല്പര്യമില്ലെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ താല്പര്യം ഇല്ലാണ്ടിരിക്കാൻ എന്താ, ഇത് നോർമൽ അല്ലേന്ന്. നോർമലാണ്, അത് നമുക്കറിയാം. പക്ഷേ ചിലവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് കേൾക്കാനോ കാണാനോ താല്പര്യം ഉണ്ടാവില്ല. സോ അവർ ഈ ഒരു വീഡിയോ കാണരുത്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഞാൻ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് പീരീഡ്സിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ സ്റ്റോറി അങ്ങ് തുടങ്ങുന്നത് എൻ്റെ 7th സ്റ്റാൻഡേർഡിലാണ്. അതായത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എനിക്കന്ന് എത്രയോ വയസ്സ്, 6, 7, 8, 9, 10, 11, 12, 12ാം വയസ്സാണ് എനിക്കന്ന്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് സിംഗപ്പൂർ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് അന്നായിരുന്നു, ഞാൻ 7th പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഓണം, ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് ഞാൻ ഫസ്റ്റായിട്ട് പീരീഡ്സ് ആയത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ 4 പെൺകുട്ടികളുണ്ട്, കസിൻസ് അമ്മയുടെ വീട്ടിൽ. അവരെല്ലാവരും സ്പെഷ്യൽ ഡേയ്സിലാണ് പീരീഡ്സ് ആയിട്ടുള്ളത്. ഓണം, വിഷു, അങ്ങനത്തെ ഓരോ സ്പെഷ്യൽ ഡേയ്സ് ഇല്ല, അതുപോലത്തെ ഡേയ്സിലാണ് പീരീഡ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അന്ന് നമ്മുടെ ഓണം തന്നെയാണ്. ഓണമൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ ഓഗസ്റ്റ് ഓണം തന്നെയാണല്ലോ. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് ഓണസദ്യ ഉണ്ട്. അന്ന് ടി വിയിൽ അരുന്ധതി മൂവി ഫസ്റ്റായിട്ട് ടി വിയിൽ വന്ന ദിവസമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ മൂവി അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ ഹൊററായിട്ടുള്ള മൂവീസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ടി വിയിൽ കണ്ടു കഴിഞ്ഞ് ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, ഇൻ്റർവെൽ വന്ന സമയത്ത് ഞാൻ വാഷ്റൂമിൽ പോയപ്പോഴാണ് ഞാൻ ഫസ്റ്റായിട്ട് പീരീഡ്സ് ആയെന്ന് ഞാൻ അറിഞ്ഞത്. അന്ന് എനിക്ക് എന്താ ഭയങ്കര ഷോക്കായോ അങ്ങനെ ഒന്നും എനിക്കായില്ല. കാരണം എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിലിപ്പോൾ അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ ഓൾറെഡി പീരീഡ്സ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാറിയിരിക്കും. പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യില്ല, എവിടെയും ടച്ച് ചെയ്യില്ല, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അമ്മ പീരീഡ്സ് ആയപ്പോൾ നമുക്ക് ഓക്കെ അമ്മ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഓക്കെ, നമുക്ക് വലിയ അറിവൊന്നുമില്ല. പിന്നെ ചേച്ചി ആയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു പീരീഡ്സ് എന്താണെന്നുള്ള ഒരു ഇതൊക്കെ വന്നു തുടങ്ങി, എങ്ങനെയാണെന്നൊക്കെ. പിന്നെ ചേച്ചി പീരീഡ്സ് ആയ സമയത്ത് ഞാൻ ഭയങ്കര ആകാംക്ഷയിലായിരുന്നു, ഞാൻ എന്നാവും പീരീഡ്സ് ഫസ്റ്റായിട്ട്. കാരണം ചേച്ചി ഫസ്റ്റ് ടൈം പീരീഡ്സ് ആയപ്പോൾ ചേച്ചിക്ക് ഫാമിലി മെമ്പേഴ്സിൻ്റെ വക ഗോൾഡ്, അതുപോലെ തന്നെ സ്വീറ്റ്സ്, ഡ്രസ്സ് ഒക്കെ ഇങ്ങനെ കൊണ്ടുകൊടുക്കുമ്പോൾ എനിക്ക് ആരും ഒന്നും തരുന്നില്ല, ചേച്ചിക്ക് മാത്രമാണ് എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഞാൻ എന്നായിരിക്കും ഫസ്റ്റ് പീരീഡ്സ് ആവുക, എനിക്കെന്നാൽ ഇതുപോലെ ഡ്രസ്സും ഗോൾഡും സ്വീറ്റ്സൊക്കെ കിട്ടുക എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ ചേച്ചിയുടെ ഫസ്റ്റ് പീരീഡ്സ് നമ്മൾ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഇതുപോലെ എന്നായിരിക്കും എൻ്റെ ഇത്രയും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയായിരുന്നു. അപ്പോൾ ചേച്ചിയായി ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാനാവുന്നത്. സോ എനിക്കത് ഭയങ്കര ഷോക്കൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വാഷ്റൂം പോയപ്പോൾ തന്നെ കണ്ടപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ ഞാനിങ്ങനെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അമ്മ ഞെട്ടി. പെട്ടെന്ന് അവൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ
അമ്മോട് ഓപ്പണായിട്ട് പറയുകയാണ്, എനിക്കിങ്ങനെ ഭയങ്കര പേടിയോ ബ്ലഡ് കണ്ടിട്ടുള്ള ആ ഒരു ഒന്നും എനിക്കുണ്ടായിരുന്നില്ല, കാരണം ഓൾറെഡി എനിക്ക് അറിയായിരുന്നല്ലോ. പിന്നെ നമ്മൾ പഠിച്ചത് LF-ലാണ്, ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ്. സോ അത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു ക്ലാസ് അല്ല, നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് വരിക, ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം, സാനിറ്ററി നാപ്കിൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. നമുക്കൊരു ക്ലാസ് പോലെ ഉണ്ടാവാറുണ്ട് ഇയർലി വൺസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി എനിക്കിതെല്ലാം അറിയാം. അപ്പോൾ ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കോ അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡ് കണ്ടപ്പോൾ എനിക്കൊരു പേടിയോ അങ്ങനെ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, അമ്മ ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വിളിച്ചു. പിന്നെ ഒരു 4-5 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയൊരു ഫംഗ്ഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് കിട്ടിയ പോലെ ഗോൾഡും ഡ്രസ്സും സ്വീറ്റ്സും ഒക്കെ കിട്ടി, ചെറിയൊരു ഫംഗ്ഷൻ വെച്ചു. ആ ഒരു ടൈമിലൊക്കെ എനിക്ക് എന്താ പറയുക, ഡ്രാക്കുള പോലത്തെ ഒരു പല്ലായിരുന്നു കേട്ടോ. അതായത് ഈ പല്ല് ഇവിടെയായിരുന്നു, അങ്ങനത്തെ ഒരു പല്ലായിരുന്നു 2 സൈഡും. എൻ്റെ കയ്യിൽ പിക്സോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആ ഒരു ടൈമിൽ. നല്ല രസമായിരുന്നു ആ പല്ല്. പക്ഷേ ഒരു ടൈം എല്ലാവരും പറഞ്ഞു അത് ഭയങ്കര ബോറാവെന്ന് പറഞ്ഞപ്പോൾ കട്ടപ്പല്ല് 2 അപ്പോൾ അത് നമ്മൾ കളഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ എന്താ പറയുക ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ്. പീരീഡ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് പീരീഡ്സ് പെയിനിനെ പറ്റിയിട്ടായിരിക്കും അല്ലേ. എൻ്റെ ഒരു പീരീഡ്സ് പെയിൻ അല്ലെങ്കിൽ ആ ഒരു ക്രാംസിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പീരീഡ്സ് പെയിനൊന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. എനിക്ക് ചില ഫ്രണ്ട്സ് എന്നോട് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര പെയിനാണ്, ബാക്ക് പെയിൻ, വൊമിറ്റിങ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നും പറ്റുന്നില്ല. പക്ഷേ എന്തോ ഒരു ഭാഗ്യം, എനിക്ക് അങ്ങനെ ഒരു പെയിനോ കാര്യങ്ങളോ ഇല്ല. വളരെ അപൂർവങ്ങളാണ് എനിക്ക്. അതായത് ഇപ്പോൾ ഇയർലി എനിക്കൊരു 1-2 കൂടി പോയാൽ അത്രയേ ഉള്ളൂ എനിക്ക് അങ്ങനെ പെയിൻ വരാറുള്ളൂ, ചില സമയങ്ങളിൽ മാത്രം. അത് ഒരു 89 അല്ലെങ്കിൽ 90% എനിക്ക് പെയിൻ ഉണ്ടാവാറില്ല പീരീഡ്സ് ടൈമിൽ, വളരെ അപൂർവമാണ്. പക്ഷെ ചില സമയത്ത് ഭയങ്കര പെയിനാണ്. നേരത്തെ പറഞ്ഞ പോലെ 1-2 വട്ടം കൊല്ലത്തിൽ ഭയങ്കര പെയിനാണ്, സഹിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ ഭയങ്കര ഇറിറ്റേഷൻ, ഇച്ചിങ്, വോമിറ്റിങ്, ബാക്ക് പെയിൻ, അങ്ങനത്തെ ഇഷ്യൂസ് എനിക്ക് വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. ബാക്ക് പെയിനൊക്കെ വളരെ കുറവാണ്, എനിക്ക് തീരെ ഉണ്ടാവാറില്ല. ചിലവരുടെ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ടൈമിലൊക്കെ വരുന്ന ഫ്ലോ ഒക്കെ ഭയങ്കര കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ ടൈമിൽ ഞാൻ മെഡിസിൻ എടുക്കാറുണ്ട്. അത് ഞാൻ മുൻപും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എപ്പോഴും ഇല്ല, ഭയങ്കര പെയിൻ വരുമ്പോൾ അതും ആയുർവേദ മെഡിസിനാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മുൻപ് ഞാൻ ഏതോ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്, ഒരു അമൃതം നാരി സൗന്ദര്യ മാൾട്ട് ഞാൻ എടുത്തിരുന്നു. അതിപ്പോൾ സെക്കൻഡ് ബോട്ടിൽ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് ഇറഗുലർ പീരീഡ്സിന്, അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചിന്, അതുപോലെ തന്നെ പീരീഡ്സിനുള്ളവന പെയിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. ഇത് അമൃതം നാരി സൗന്ദര്യ മാൾട്ടാണ്. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ ഓൾറെഡി ഒരു ചെറിയ ബോട്ടിൽ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും യൂസ് ചെയ്യില്ല. എനിക്ക് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് വരുമ്പോൾ, അതുപോലെ തന്നെ പെയിൻ ഭയങ്കരമായിട്ട് കൂടുമ്പോഴൊക്കെയാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അത് മോർണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. ഓൾറെഡി ഞാൻ ഇത്ര മൂന്നൊരു ബോട്ടിൽ ഫുൾ തീർത്തിട്ടുണ്ട്. അത് ഞാൻ മുൻപ് എൻ്റെ ഏതെങ്കിലും ബ്ലോഗ്സിൽ കാണിച്ചിട്ടുണ്ടാവും, മിക്കപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ടാവും, ഷോർട്സിലോ അല്ലെങ്കിൽ ലോങ് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടാവും. ഇത് അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ഇത് അമൃതം നാരി സൗന്ദര്യ മാൾട്ടാണ് ഫോർ നാച്ചുറൽ റെഗുലർ പെയിൻ ഫ്രീ പീരീഡ്സ് ആൻഡ് ഹോർമോണൽ ബാലൻസ്. ഇതിനൊക്കെയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഓൺലൈൻ ആപ്സിലും അവൈലബിൾ ആണ്. അടിപൊളിയാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മേടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. അതായത് ഇത് എന്തൊക്കെ സംഭവമാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യണ ഒരു സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. സോ നമുക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് ഇത് കഴിക്കാം. പിന്നെ ഇത് ആയുർവേദമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം, ആയുർവേദമാണ്. ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കില്ല, പെയിൻ കുറയാനുള്ള പെയിൻ കില്ലേഴ്സ് ഒന്നും ഞാൻ കഴിക്കാറില്ല. ഇതാണ് ഞാൻ കഴിക്കുന്ന ഒരു സംഭവം പീരീഡ്സ് ടൈമിൽ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കുടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പീരീഡ്സ് ആയ ദിവസങ്ങളിൽ മാത്രമാണ് ഇത് കൺസ്യൂം ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഹോട്ട് വാട്ടർ എടുത്തിട്ടുണ്ട്, ഒരു കപ്പിൽ. ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ മിൽക്ക് എടുക്കാവുന്നതാണ്. ഇത് എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം നമ്മൾ കൺസ്യൂം ചെയ്യാനായിട്ട്. ഇതിൻ്റെ കൂടെ ഇതാ ഒരു സ്പൂണൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹോട്ട് വാട്ടറിൽ ഒരു 1 സ്പൂണ് മിക്സ് ചെയ്തിട്ടാണ് ഇത് കുടിക്കുന്നത്. നിങ്ങൾക്ക് ദിവസം 2 നേരമൊക്കെ ഇത് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കാം, അല്ലെങ്കിൽ നൈറ്റ് ഡിന്നറിന് മുൻപായിട്ട് കുടിക്കാം കേട്ടോ. ഇത് അമൃതം നാരി സൗന്ദര്യ മാൾട്ടിൻ്റെ ഒരു ജാറാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഇറഗുലർ പീരീഡ്സ്, അതുപോലെ തന്നെ പീരീഡ്സ് പെയിന്, ഹോർമോണൽ ഇംബാലൻസിനൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ, ഇത് 100% ആയുർവേദിക് ആണ് കേട്ടോ. നമുക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 50+ ഹെർബ്സ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അശോക, ലോത്ര, ശിലാജിത്ത്, അങ്ങനെ 50-ലേറെ ഹെർബ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറിലായ
ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. എനിക്കിത് കുടിച്ചു കഴിഞ്ഞാൽ പെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് റിലീഫ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇറഗുലർ പീരീഡ്സ് ആകുമ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആവാറുണ്ട് കേട്ടോ. പിന്നെ പീരീഡ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പാഡാണ് യൂസ് ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു പാഡ് തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കാരണം കുറേ ആയല്ലോ. ആ ഒരു ടൈം, അതായത് എത്രയോ കൊല്ലം മുൻപാണല്ലോ, 10-12 കൊല്ലം മുൻപാണ്. കുറേ പേരും ക്ലോത്ത് തന്നെയായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെയാണ് ഈ പാഡും കാര്യങ്ങളൊക്കെ വന്നത്. പാഡിനും ഭയങ്കര റേറ്റ് ആയിരുന്നു. ഇപ്പം നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റേ ഉള്ളൂ പാഡൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അന്ന് കൂടുതലും ക്ലോത്ത് തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് പാഡ് തന്നെയാണ് യൂസ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതോ ഇനി ഞാനിങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോഴാണോ പാഡ് യൂസ് ചെയ്ത് തുടങ്ങി, വീട്ടിൽ നിൽക്കുമ്പോൾ ക്ലോത്ത് ആണോ, എനിക്ക് കറക്റ്റ് ഒരു ഓർമ്മയില്ല കേട്ടോ. എന്നാലും നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോൾ ക്ലോത്ത് യൂസ് ചെയ്തേക്കും, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ക്ലോത്ത് മാത്രമായിട്ട് അങ്ങനെ യൂസ് ചെയ്ത് എനിക്ക് ഓർമ്മ വരുന്നില്ല. പാഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്യും, നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്. അത് നമ്മൾ ഇങ്ങനെ 4ആക്കി മടക്കി അതിൻ്റെ മേലെ പാഡ് വെച്ച് എന്നിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഒരു ടൈം, അതായത് ഒരു ഞാനിപ്പോൾ ഒരു 8-9 പഠിക്കുമ്പോഴാണ് ഞാൻ ക്ലോത്ത് മാറ്റിയത്. അതായത് പാഡ് മാത്രം പാൻറ്റീസിൽ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അതുവരെ ഇങ്ങനെ പാഡും ക്ലോത്തും എല്ലാം കൂടി കീഴുന്നു. പിന്നെ ക്ലോത്ത് മാറ്റി പാഡ് മാത്രമായിരുന്നു. സ്കൂൾ ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ LF-ലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് വൈറ്റ് കുർത്ത, ബ്ലൂ പാൻറ്റ്, ബ്ലൂ ഷാളുള്ളൊരു യൂണിഫോം ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ബുധനും വ്യാഴം അങ്ങനെ തോന്നുന്നുണ്ട് ആ ഒരു യൂണിഫോം. ആ ഒരു യൂണിഫോം ഇടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ആണ്. അപ്പോൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ലീക്കേജ് ഉണ്ടാവുമോ, എന്താ പറയുക, അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട് എനിക്ക് സ്കൂൾ ലൈഫിലൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു 1-2 വട്ടം എനിക്ക് ലീക്കേജ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ടോപ്പിൻ്റെ ബാക്കിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിലാണ്, അതായത് ഒരു 7th പീരീഡ്സ് ആയ ഒരു ഇയറും അതിൻ്റെ പിറ്റേ ഇയറൊക്കെയാണ് എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ അത് നമുക്ക് മനസ്സിലായി തുടങ്ങി എങ്ങനെയൊക്കെയാണ് അത് പാഡ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ലീക്കേജ് ഇല്ലാണ്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ മനസ്സിലായി തുടങ്ങി. പിന്നെ അങ്ങനെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നോർമലി കോമൺ ആണ് അത് ഉണ്ടാവേണ്ടത്. കാരണം മിക്കപ്പോഴും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ആയാലും അതുപോലെ തന്നെ സ്കൂളിൽ ക്ലാസ്സിലായാലും പുറത്ത് മറ്റേ ക്ലാസ്സിലൊക്കെ ആയാലും നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ടോപ്പിലൊക്കെ ആയിട്ട്. അപ്പോൾ അത് കോമൺ ആണ്. നമുക്ക് അതെന്താണെന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ. പക്ഷേ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി. എനിക്കങ്ങനെ ലീക്കേജോ അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. 1-2 വട്ടമാണ് ഉണ്ടായിട്ടുള്ളത് സ്കൂൾ ടൈമിൽ. പിന്നെ ഗേൾസ് സ്കൂളാണ്, ഗേൾസ് ഓൺലിയാണ്. അപ്പോൾ അധികം വലിയ ബുദ്ധിമുട്ടില്ല എനിക്ക്. പിന്നെ +1 +2 നോക്കുകയാണെങ്കിൽ അതും ഒരു ലൈറ്റ് കളർ യൂണിഫോം ആയിരുന്നു. പക്ഷെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഇതിലങ്ങോട്ട് സെറ്റായി. ഈ ഒരു പീരീഡ്സ് ആയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള സെറ്റായി. കാരണം ഇത്ര ഹവേഴ്സ് കഴിഞ്ഞാൽ പാഡ് ചേഞ്ച് ചെയ്യണം, അതൊക്കെ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ പിന്നെ അങ്ങനെ ലീക്കേജിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പാഡ്സ് സ്കൂളിലൊക്കെ പോണ സമയത്താണെങ്കിൽ 2 പാഡൊക്കെ ചില സമയത്ത് ചേഞ്ച് ചെയ്യും, ചില സമയത്ത് ഒറ്റ പാഡ് തന്നെ യൂസ് ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പെയിനോ ഓവർഫ്ലോയോ ഒന്നുമില്ല. എനിക്കൊരു 3-4 ഡേയ്സ് കഴിഞ്ഞാൽ എൻ്റെ ഫ്ലോ എല്ലാം സ്റ്റോപ്പ് ആവാറുണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല എനിക്ക്. പക്ഷെ ചില സമയത്ത് ഭയങ്കര പെയിനാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്, അതായത് 7th 8th ഭയങ്കര ചെറുതായിട്ട് പെയിനൊക്കെ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്കങ്ങനെ എപ്പോഴും പെയിനൊന്നുമില്ല, വല്ലപ്പോഴും പെയിൻ ഉണ്ടാകും. അത് ലേറ്റ് ആയിട്ടുള്ള പീരീഡ്സൊക്കെ ആകുമ്പോഴാണ് കുറച്ച് പെയിൻ കൂടുതൽ. അല്ലാത്തപ്പോൾ എനിക്ക് നോർമലി ഒരു നോർമൽ ഡേ പോലെ എനിക്ക് പോകാറുണ്ട്. എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാഡ് വെക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നോർമൽ ഡേ ആണ്. ആ ഒരു സംഭവം ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നോർമൽ ഡേ പോലെ ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലിങ്ങനെ പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടു വരുന്ന കാരണം എനിക്കറിയാം. ഞാൻ എങ്ങാനും ഒരു ടൈമിൽ ഞാനും പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മാറിയിരിക്കേണ്ടി വരുന്നു. സോ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആരെയും തൊടാൻ പാടില്ല, എവിടെയും കയറാൻ പാടില്ല, കിച്ചണിൽ കയറാൻ പാടില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ വീട്ടിലൊരു അമ്പലം പോലെ കളറിയുള്ള കാരണമാണ് നമ്മളങ്ങനെ മാറിയിരിക്കാൻ പറയുന്നുണ്ടാവും. ഞാൻ അതിലധികം ഇങ്ങനെ അത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ മാറിയിരുന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചത് ആദ്യമൊക്കെ എൻ്റെ വീട്ടിൽ മാത്രമായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഒരുവിധം കുറേ പേരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് മാറിയിരിക്കുന്ന ഒരു ഇതുണ്ടെന്ന്. പക്ഷേ ഇവിടെ ഇല്ല കേട്ടോ, വിച്ചുവിൻ്റെ വീട്ടിലില്ല. അതുകൊണ്ട് ഭയങ്കര സുഖമാണ്. ഇപ്പോഴും എൻ്റെ വീട്ടിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ മാറിയിരിക്കണം, എവിടെയും തൊടാൻ പാടില്ല, കിച്ചണിൽ കയറി കുക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ പീരീഡ്സ് ടൈമിൽ അപ്പം ഞാനിങ്ങനെ ചില സമയത്ത് പീരീഡ്സ് ടൈമിൽ നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പോകും. കാരണം നമ്മുടെ വീട്ടിൽ ഇതുപോലെ മാറിയിരിക്കേണ്ടതൊന്നുമില്ല, നമുക്ക് എവിടെയും എല്ലാം ടച്ച് ചെയ്യാം, എല്ലാത്തും കയറി കുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അച്ഛൻ്റെ വീട്ടിൽ കുറച്ച് ഇതുപോലൊരു സംഭവമുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് അതിനോട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് നമ്മുടെ ശീലമായിപ്പോയി. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അതിനോട് നമ്മളിങ്ങനെ
ഒത്തുപോയി തുടങ്ങി. ഇപ്പോൾ പിന്നെ ഇവിടെയാണല്ലോ, ഇവിടെ പിന്നെ ഒട്ടും ബുദ്ധിമുട്ടില്ല, എല്ലായിടത്തും ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ പാഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോപ്പിൽ പോയി വാങ്ങുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ സ്റ്റേ ഫ്രീ അല്ലെങ്കിൽ അങ്ങനത്തെ പാഡ്സൊക്കെ പോയിട്ട് എവിടെയെങ്കിലും ഷോപ്പിൽ പോയി വാങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചമ്മലാണ് എനിക്ക്. ഞാൻ വാങ്ങാറേ ഇല്ല. കൂടുതലും ഞാൻ അമ്മേനെ വിടുകയാണ് ചെയ്യാറുള്ളത്. അമ്മ പാഡ് വാങ്ങിയിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷേ ഈ ഇടയായിട്ട് എനിക്ക് എന്താ പറയുക, ഈ ഇടയല്ല, ഒരു 4 പോരാ, ഒരു 5 ഇയേഴ്സൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഞാൻ പീരീഡ്സ് ആവുന്നതിനായിട്ട് ഒരു 1 വീക്ക് മുൻപായിട്ട് ഞാൻ പാഡ് സ്റ്റോക്ക് ചെയ്ത് വെക്കും. വീട്ടിൽ ഒരു 2 പാക്കറ്റ് പാഡ് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇപ്പോൾ യൂസ് ചെയ്യുന്ന നോർമൽ പാഡല്ല, കൂടുതലും 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ തരുന്ന പാഡാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതെനിക്ക് എന്തോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട്, ഒരു ഡൈപ്പർ പോലത്തെ ഒരു പാഡാണ് ഇപ്പോൾ കൂടുതലും. അതാണ് ഇപ്പോൾ ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് കൂടുതലും ആ ഒരു പാഡാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ പാഡ് ലാസ്റ്റത്തെ എന്താ പറയുക പീരീഡ്സിൻ്റെ ഡേയ്സിൽ, ആ ഒരു ഡേയ്സിൽ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. 360 ഭയങ്കര പ്രൊട്ടക്ഷനാണ്, പിന്നെ ഭയങ്കര കംഫർട്ടാണ്. നോർമൽ ഒരു പാൻറ്റീസ് വെയർ ചെയ്യുന്ന പോലെയാണ് ആ ഒരു പാഡ്. അപ്പോൾ ഭയങ്കര കംഫർട്ടാണ്. കുട്ടികളുടെ സ്നെഗ്ഗിയൊക്കെ ഇല്ല, അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ പാഡ്. അടിപൊളിയാണേ. അപ്പോൾ ആദ്യമൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു ഷോപ്പിൽ പോയിട്ട് പാഡ് വാങ്ങാൻ. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഒരു പീരീഡ്സ് ആവാനായിട്ട് ഒരു 1 വീക്ക് മുന്നായിട്ട് ഞാൻ ഷോപ്പിൽ പോവും. അതിപ്പോൾ മെഡിക്കൽ ഷോപ്പ് ആവാം, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ആവാം, അങ്ങനെ ഓരോ ഷോപ്പിൽ പോയിട്ട് ഞാൻ വാങ്ങിയിട്ട് വരാറുണ്ട്. നോർമലി ആദ്യമൊക്കെ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, ചമ്മൽ മാറിയെങ്കിലും ചെറിയൊരു ഇത്. ഒരു വട്ടം റാപ്പ് ചെയ്തിട്ടായിരിക്കും അവർ തരിക, വീണ്ടും ഞാൻ റാപ്പ് ചെയ്യും. ചില സമയത്ത് അവർ റാപ്പ് ചെയ്യാണ്ട് തരും. അപ്പോൾ ഞാനായിട്ട് ന്യൂസ് പേപ്പർ കൊണ്ടുപോകും ഇത് മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാണാത്ത ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു കവറായിട്ടായിരിക്കും ഞാൻ പോവുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ അതങ്ങനെ ഓക്കെ. ഇപ്പം ഞാൻ ചില സമയത്ത് വീടിൻ്റെ അടുത്ത് ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ വീടിൻ്റെ അടുത്തായാലും ഹോസ്റ്റലൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്ത് അടുത്ത് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ റാപ്പിങ്ങും ഇല്ല, കവറും ഇല്ല, ഒന്നുമില്ല, കയ്യിലിങ്ങനെ പിടിച്ചിട്ട് വരും ചില സമയത്ത് കേട്ടോ. ഇപ്പോൾ അതിനോട് അങ്ങനെ ഓക്കെ ആയി, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ഇയേഴ്സ് മുന്നേ ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൊള്ളാം. പക്ഷേ എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനും വെക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട്. അത് വാഷ് ചെയ്യാൻ കുറച്ച് ടൈം പോവുമല്ല, ഇതാകുമ്പോൾ ഈസിയാണല്ലോ. അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കിയതാണ്. ഫുള്ളി ഒഴിവാക്കിയിട്ടില്ല. എനിക്ക് ഇനിയും വെക്കാൻ തോന്നിയാൽ ഞാൻ ചിലപ്പോൾ മെൻസ്ട്രൽ കപ്പ് വെക്കും. അതും എനിക്കിഷ്ടമാണ്, പാഡും എനിക്കിഷ്ടമാണ്. പാഡിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക 360 ഡിഗ്രിയുടെ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഞാൻ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ നോർമൽ പാഡ് യൂസ് ചെയ്യാണ്ട് ലെങ്ത്ത് കൂടിയത്. പിന്നെ മറ്റേ ഈ കുഞ്ഞു പാഡില്ലേ, അത് ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്നു കേട്ടോ. എനിക്ക് PR ആയിട്ട് കുറച്ച് കുഞ്ഞു പാഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെന്താ കറക്റ്റ് പേര് പറയാൻ മറന്നുപോയിട്ട്, ഒരു കുഞ്ഞു പാഡ്. അത് ലാസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ വെക്കാം, ചെറുതായിട്ടൊക്കെ ഫ്ലോ ഉണ്ടെങ്കിൽ ടൈമിലൊക്കെ വെക്കാമെന്നല്ല, അങ്ങനത്തെ പാഡ് കേട്ടോ. പാൻറ്റി ലൈനേഴ്സ് അങ്ങനെ എന്തോ തോന്നുന്നു ആ സംഭവം. പാൻറ്റി ലൈനേഴ്സ് അല്ല, എന്തോ ഒരു സംഭവം, കുഞ്ഞു പാഡ് കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്തായിരുന്നു. ഇപ്പോൾ അതും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പീരീഡ്സ് എക്സ്പീരിയൻസ് ഇതൊക്കെ തന്നെയാണ്. എനിക്ക് പീരീഡ്സ് എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കാര്യമായിട്ടൊന്നും പറയാനുണ്ടാവില്ല എന്ന് എനിക്കറിയണം. അതാണ് ഞാൻ ഇത്രയും കാലം അത് മാറ്റി വെച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ കമൻറ്റ് വരുമ്പോൾ പിന്നെ പറയാമെന്ന് വിചാരിച്ചു. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു പീരീഡ്സ് എക്സ്പീരിയൻസ്. കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പീരീഡ്സ് ഒന്നും അല്ല, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം കേട്ടോ. ഭാഗ്യം കൊണ്ടാണ് എനിക്ക് എന്തോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത്. യെസ്, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ പീരീഡ്സ് എക്സ്പീരിയൻസ്. ഇനി എൻ്റെ ഹോം ടൂറും കൂടി ഉണ്ട്, അത് ഞാൻ എന്തായാലും വഴിയെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ, ലവ് യു ഓൾ.